കഴിഞ്ഞ മാസം 28 ഏതാണ്ട് അതും ഒരു ശനിയാഴ്ചയായിരുന്നു. ആ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തുടങ്ങിയ ആക്രമണമാണ്. അത് ഈ നേരം വരേക്കും നമ്മൾ സംസാരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പാണ് ഏറ്റവും ഒടുവിൽ UAE-യിൽ അലേർട്ട് വന്നിരിക്കുന്നത്. UAE-യിൽ ഇന്ന് രാവിലെ 2 തവണ അലേർട്ട് വന്നിരിക്കുന്നു. ഇന്നലെയും ഇന്നും കാര്യമായി UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പരിക്കേറ്റവരുടെ എണ്ണമൊക്കെ 160-ന് മേലേക്ക് കടന്നിരിക്കുകയാണ്. മരിച്ചവരുടെ എണ്ണം 11 നിൽക്കുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രാവിലെ 2 തവണ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ 2 തവണ അലേർട്ട് വന്നിട്ടുണ്ട്. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ബഹ്റൈൻ കേന്ദ്രീകരിച്ചും കാര്യമായിട്ടുള്ള ആക്രമണം രാവിലെ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാവിലെ ബഹ്റൈൻ കേന്ദ്രീകരിച്ച ആക്രമണം ഉണ്ടായിരുന്നില്ല. ബഹ്റൈനിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഇന്നലെ നടന്നതായിട്ടുള്ള വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുമില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ ഇപ്പോൾ 2 തവണ ബഹ്റൈനിലും അലാം മുഴങ്ങിയിട്ടുണ്ട്. അത് സൈറൺ മുഴക്കിയിരിക്കുന്നു. ആളുകൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം എന്നുള്ള മുന്നറിയിപ്പ് കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. UAE സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസമായി UAE സാമ്പത്തിക മേഖലയും ഒപ്പം തന്നെ ഈ പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കൺട്രി, അന്താരാഷ്ട്ര മൊബിലിറ്റിയുടെ കേന്ദ്രം, താവളം എന്നുള്ള പേരുകളൊക്കെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു മാസം കൃത്യമായി തന്നെ ഇവിടുത്തെ ഭരണാധികാരികളും ഈ ഫെഡറൽ ഗവൺമെന്റും ഒക്കെ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് എത്ര നാൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയും, എത്ര വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാമോ അത്ര വേഗത്തിൽ അവസാനിപ്പിക്കണം എന്ന നിലയിലേക്കാണ് UAE ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കേവലം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാകരുത് ഈ ഒരു ചർച്ചകൾ പുരോഗമിക്കേണ്ടത് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് UAE അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഹോർമുസിൽ മാത്രം തങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് ഇനി ഭാവിയിലായാലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങളും അതിലുണ്ടാകണം. അതിന്റെ ഉടമ്പടിയിൽ കൃത്യമായിട്ട് അത് പരാമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന നിലയിലേക്കൊക്കെയും UAE ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും പരമാധികാരത്തിനെതിരായിട്ടുള്ള ഒരു നീക്കങ്ങളെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് കഴിഞ്ഞ ദിവസം രാത്രിയും വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി UAE ആക്റ്റീവായി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്.